പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് PTSD ആണ്. PTSDയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ PTSDയുടെ ഫുൾ ഫോം നിങ്ങൾക്കറിയാമല്ലോ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പോസ്റ്റ് ട്രോമാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് ട്രോമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ട്രോമയിൽ നിന്നുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ്, ഒരു സ്ട്രെസ് ഡിസോർഡറാണ്. ഇപ്പോൾ ലൈക്ക് ട്രോമ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൂടെ ഉണ്ടാകുന്ന ട്രോമ, ചൈൽഡ്ഹുഡിൽ നമ്മളുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഉണ്ടാകുന്ന ട്രോമകളിൽ നിന്നും ഉള്ള ഒരു ഡിസോർഡറാണ്. അതിന് ശേഷം സംഭവിക്കുന്ന ഒരു ഡിസോർഡറാണ് PTSD എന്ന് പറയുന്നത്. PTSD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടാകുന്നത് ഒരു ടെറിഫയിങ് ആയിട്ടുള്ള ലൈഫ് ഇവൻറ്റ് കാരണം ട്രിഗേർഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. ടെറിഫൈഡ് ആയിട്ടുള്ള ലൈഫ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോമ നമ്മൾ ഉണ്ടാക്കുന്ന, വളരെയധികം ഭീതി ജനിപ്പിക്കുന്ന, വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം. അത് ചിലപ്പോൾ ഫിസിക്കൽ അസൾട്ട്, സെക്ഷൽ അസൾട്ട്, ഇമോഷണൽ അസൾട്ട്, അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ ഇതുപോലെ വിറ്റ്നസ്സിങ് ഏതെങ്കിലും ഒരു വയലൻ്റ് ആയിട്ടുള്ള ക്രൈം കണ്ണിൽ കാണുക, നേരിട്ട് കാണുക, അങ്ങനെയുള്ളൊരവസ്ഥ. പിന്നെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ അധികം നമുക്ക് ടെറിഫയിങ് ആയിട്ടുള്ളൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമാകുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം PTSD ഉണ്ടാവാൻ കാരണമാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവൻറ്റ്സ് ആണ്. PTSDയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് അവസ്ഥകൾ പറയണം, PTSDയും കോംപ്ലക്സ് PTSDയും. അപ്പോൾ കോംപ്ലക്സ് PTSDയെക്കുറിച്ച് ഞാൻ PTSD എന്താണെന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷം പറയാം. PTSD സ്ത്രീകളിലും പുരുഷന്മാരിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ സാമൂഹിക ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ കാരണം കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും ഇരട്ടിയോ അതിലധികമോ PTSD ഉള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് PTSDയുടെ ഒരു സയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ സൈൻ ഇൻട്രൂസീവ് തോട്ട്സ് എന്നുള്ളതാണ്. നിരന്തരമായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്ന ട്രോമയെ സംബന്ധിച്ചുള്ള തോട്ട്സ്, അത് പിന്നെയും റെക്കറിങ് ആയിട്ട് പാസ്റ്റിൽ സംഭവിച്ച ആ ട്രോമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ് ആണ് ഇൻട്രൂസീവ് തോട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് രാത്രി ഉറക്കത്തിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ, ഫ്ലാഷ് ബാക്കുകൾ, വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള മെമ്മറീസ്, അതായത് പാസ്റ്റിൽ സംഭവിച്ച ആ കാര്യത്തെ പറ്റിയിട്ടുള്ള വളരെയധികം ഒരു അസൾട്ട് ആണെങ്കിലും അബ്യൂസ് ആണെങ്കിലും അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും പെട്ടെന്ന് ഫ്ലാഷസ് ഉണ്ടാകുക. അതെങ്ങനെയാണ് PTSD ഉള്ളവരിൽ അനുഭവപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പ്രസൻറ്റിൽ തന്നെ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ചില സ്മെൽസ്, പർട്ടിക്കുലർ സ്മെൽസ്, ഈവൻ കോൺവെർസേഷൻസ് തന്നെ, ചിലപ്പോൾ സാധാരണ കോൺവെർസേഷൻ ആയിരിക്കാം, ആ കോൺവെർസേഷൻസ് പോലും ഈ പാസ്റ്റ് ട്രോമയിൽ നടന്ന സംഭവങ്ങളെ ഓർമ്മിപ്പിക്കും. അതായത് വീണ്ടും ആ പാസ്റ്റ് ട്രോമ നമ്മളുടെ മൈൻഡിൽ റീപ്ലേ ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലാഷസ് വരും. രണ്ടാമത്തെ കാര്യമാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലൈക്ക് വിജിലൻ്റ് ആയിരിക്കുക. ആ പേര് പറയുന്ന പോലെ തന്നെ എപ്പോഴും വളരെ പേടിയോടുകൂടി അലർട്ടായിട്ടിരിക്കുന്ന, എത്രത്തോളം ലൈക്ക് എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളതൊക്കെ, നമ്മളെ എത്രത്തോളം അത് തളർത്തുന്ന, മാനസികമായിട്ട് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ വിജിലൻസ്. എപ്പോഴും വിജിലൻ്റ് ആയിരിക്കുക, ചുറ്റുപാടുമുള്ള നടക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കുക, ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലും ശ്രദ്ധിക്കുക, അതെന്താണ് എന്നാലോചിക്കുക, ആരെങ്കിലും വീണ്ടും വരികയാണോ, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഇൻസിഡൻറ്റുമായിട്ട് അത് റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ അതോർത്ത് വീണ്ടും ആ ഭയം, ആ പാസ്റ്റിലുണ്ടായ അതേ ഭയം തന്നെ, അല്ലെങ്കിൽ അത് കാരണമുണ്ടായ ഭയങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുക. ഇതിൽ മൂന്നാമത്തെ സൈനായിട്ട് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇമോഷണൽ നംനെസ് ആണ്. അതായത് ഇമോഷണലി നമ്പായിരിക്കുന്ന അവസ്ഥ, ഒന്നും ഫീൽ ചെയ്യാതിരിക്കുന്ന അവസ്ഥ, ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, ശരിക്കും ഹാപ്പിനെസ് എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു സന്തോഷം, ലൈഫിലെ ഈ മൊമെൻറ്റുകൾ കടന്നു പോകുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റായ്മ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഹാപ്പി മൊമെൻ്റാണ് എന്ന് ചിന്തിച്ചാലും അത് അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നൊരു അവസ്ഥയുണ്ട്. അത് PTSD ഉള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. നമുക്ക് സ്നേഹമുള്ളവരുടെ, നമുക്ക് ചുറ്റും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാർ, സുഹൃത്തുക്കളായിക്കോട്ടെ, അങ്ങനെയുള്ളവരോട് പോലും സ്നേഹത്തോടെ ഇരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ, അവരോട് ഡിറ്റാച്ച്ഡ് ആയിട്ട്, ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഈ ഇമോഷണൽ നംനെസ് എന്ന് പറയുന്നത് ആ ഒരു ട്രോമയിൽ നിന്നുമുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട്, ലൈഫിലെ തന്നെ ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ട്രോമ കാരണം ഓൾറെഡി ആ ഒരു ഇമോഷണലായിട്ടുള്ള ലൈക്ക് ഇമോഷണലി, ഫിസിക്കലി ആൻഡ് മെൻ്റലി
തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു നമ്പായിട്ടുള്ളൊരവസ്ഥ. നാലാമതായിട്ട് പറയുന്നത് സെൽഫ് ബ്ലെയിം ആൻഡ് ഷെയിം. സ്വന്തമായിട്ട് ഷെയിം ചെയ്യുക, സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. അതായത് സ്വന്തമായിട്ട് തന്നെ ബ്ലെയിം ചെയ്യുക, അവൻ തന്നെ ബ്ലെയിം ചെയ്യുക. നമ്മുടെ കുറ്റമല്ലാതെ സംഭവിച്ച കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയാണ് ഇവരെ ഫിസിക്കലി അല്ലെങ്കിൽ സെക്ഷുവലി അസോൾട്ട് ചെയ്തതെങ്കിലും ആ ഒരു സാഹചര്യം ഞാൻ കാരണമുണ്ടായതാണ്. അത് ആലോചിച്ചുകൊണ്ട് സ്വയം പഴിക്കുക, സ്വയം ഷെയിം ചെയ്യുക, അൺനെസസറി ആയിട്ട് ഒരാവശ്യമില്ലാതെ. കാരണം ആ സാഹചര്യങ്ങളിൽ ഈ ട്രോമ അനുഭവിക്കുന്ന PTSD അനുഭവിക്കുന്ന വ്യക്തിയല്ല തെറ്റ് ചെയ്തത് എങ്കിലും സ്വയം പഴിക്കുക, ഞാൻ കാരണമാണ് ആ സിറ്റുവേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്ന് സ്വയം അവനവനെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതും PTSDയുടെ ഒരു കോമൺ ആയിട്ട് കാണുന്ന സൈനായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ അഞ്ചാമതായിട്ടും അവസാനമായിട്ടും എനിക്ക് പറയാനുള്ള സൈൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സൈനുകൾ തന്നെ ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു അബ്യൂസ് അനുഭവിച്ച ഒരാൾക്ക് പിന്നീട് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യാനോ അയാളുടെ അടുത്ത് ഇൻറ്റിമസിയോടെ പെരുമാറാനോ, ലൈക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ആസ്വദിക്കാനോ, അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള നിമിഷങ്ങൾ സന്തോഷത്തോടുകൂടി ഇരിക്കാനോ ഒന്നും കഴിയാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ആ ഒരു ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണറുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ഫാമിലിയുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ലവ്ഡ് വൺസിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് സ്നേഹമുള്ള ആൾക്കാരെ, അവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതൊപ്പം തന്നെ സുഹൃത്തുക്കളോട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വളരെ മേജറായിട്ടുള്ള ഒരു PTSDയുടെ സൈനാണ്. ലൈക്ക് അത് നമുക്ക് ചിന്തിച്ചാലും വളരെ കോമൺ സെൻസോടുകൂടി ആലോചിച്ചാലും മനസ്സിലാകുന്നതാണ്. ഈ ഒരു പേടിയും ഭയവും കാരണം നമുക്ക് പുറമേ അവരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയെന്ന് വരില്ല, പക്ഷേ ഉള്ളിൽ അവർ വലിയൊരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ യുദ്ധത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക. ഇതൊക്കെ ക്ലാസിക് ആയിട്ടുള്ള PTSD സയൻസ് ആണ്. 2019 ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ സ്റ്റഡിയിൽ സ്ത്രീകളിൽ വളരെയധികം ചൈൽഡ് അബ്യൂസിൻ്റെ പ്രിവലൻസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് ഇത് വൾണറബിളായിട്ട് ഇത്തരം സിറ്റുവേഷൻസ് വരാൻ സാധ്യത, അല്ലെങ്കിൽ PTSD ഒക്കെ കൂടുതൽ കാണാൻ സാധ്യത എന്നുള്ളത് ആ ഒരു സ്റ്റഡിയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. കോംപ്ലക്സ് PTSDയുടെ കാര്യം പറയുമ്പോഴത്തേക്കും PTSDയുടെ മേൽ PTSD എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് ട്രോമയ്ക്ക് മേൽ ട്രോമ, അതിൻ്റെ മേൽ ട്രോമ, അത്തരത്തിൽ റിപ്പീറ്റഡായിട്ട് ട്രോമാസ് വന്നിട്ട് വളരെയധികം മെൻ്റൽ ഹെൽത്ത് ഡാമേജ് ചെയ്യുന്നൊരവസ്ഥയാണ് കോംപ്ലക്സ് PTSD. വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്നൊരു കടൽ, അല്ലെങ്കിൽ ഒരു പ്രളയം വന്ന് ഇരിക്കുന്നൊരവസ്ഥ, ലൈക്ക് അതുപോലെയാണ് ഒരാളുടെ മനസ്സിൽ കോംപ്ലക്സ് PTSD അനുഭവപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഡെവലപ്മെൻ്റലായിട്ടുള്ള ട്രോമ കാരണമാണ് കോംപ്ലക്സ് PTSD ഉണ്ടാവുന്നത്. അപ്പോൾ ഡെവലപ്മെൻ്റലായിട്ട് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പാരൻസിൻ്റെ അബ്യൂസ് ആണെങ്കിൽ, പാരൻസ് വളരെ അബ്യൂസീവായിട്ടുള്ള പാരൻസ് ആണെങ്കിൽ, വളരെയധികം ഉപദ്രവിച്ചിരുന്ന പാരൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ വീണ്ടും റെക്കറിങ് ആയിട്ട് ട്രോമാസ് കുട്ടിയിലുണ്ടാവാനും, അപ്പോൾ അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള അബ്യൂസും അസൾട്ടും കാരണം കോംപ്ലക്സ് PTSD രൂപപ്പെടുന്നതാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പോലും പറ്റാത്ത രീതിയിൽ തകർന്നിരിക്കുന്ന ആളാണെന്നും എന്നെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല, ഞാൻ വർത്ത്ലെസ് ആണ് എന്നുള്ള ചിന്തകളും, അതിനൊപ്പം തന്നെ എനിക്ക് ഹാപ്പിനെസ് ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ല, ഞാൻ സന്തോഷം എന്ന് പറയുന്നത് അനുഭവിക്കാൻ യോഗ്യയല്ല, അല്ലെങ്കിൽ എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെയുള്ള തോന്നൽ ഈ വ്യക്തിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്വന്തം ഇമോഷൻസ് ഒട്ടും തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വളരെയധികം മൂഡ് സ്വിങ്സ് വരുന്ന, ദേഷ്യത്തോടെ ഉള്ള മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാവുക, ബാക്കിയുള്ളവരിൽ നിന്നും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക, ഒരുപാട് കാലം പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പോലും സംസാരിക്കാതെ ഇരിക്കുന്നൊരവസ്ഥ. പിന്നെ ഈ ഒരു അവോയ്ഡൻറ്റ് ബിഹേവിയർ, ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഈ ബിഹേവിയറൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു നേരത്തെ പറഞ്ഞ ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സാണ്. അതായത് കൂടെ കടന്നു വരുന്ന പാസ്റ്റിലെ ട്രോമയെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള മെമ്മറീസും ഫ്ലാഷസും, പിന്നെന്താ പറയുക, ഈ പറയുന്ന പോലെ ചില കാഴ്ചകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ, ഒറ്റയ്ക്ക് നടക്കുമ്പോഴൊക്കെ ഇത്തരം ഫ്ലാഷസ് ഉണ്ടാവുക, സൗണ്ടുകൾ, ചില ശബ്ദങ്ങൾ പോലും, ചെറിയ ശബ്ദങ്ങൾ, മണങ്ങൾ
പോലും ആ പഴയ ട്രോമ ഉള്ളിലുണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കോംപ്ലക്സ് PTSD ഉള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തി ചൈൽഡ്ഹുഡിൽ പാരൻസിൻ്റെ നിന്ന് ഒരുപാടധികം ഇമോഷണൽ അബ്യൂസ് നേരിടേണ്ടി വന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമ്മൾ വീഡിയോയിൽ പറയും പോലെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ മകനോ മകളോ ആയിട്ട് ജനിച്ച ആളാണ് ഈ ഒരു കോംപ്ലക്സ് PTSD ഉള്ള വ്യക്തി എന്ന് വിചാരിക്കുക. അപ്പോൾ നിരന്തരമായിട്ട് ഈ ഇമോഷണൽ അബ്യൂസ് അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ അവരിൽ ഈ CPTSD എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും അവർ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് ലൈഫിനോട് തന്നെ ഡിറ്റാച്ച്ഡ് ആവാനുള്ള അവസ്ഥ ഉണ്ടാവുന്നു. അതിനൊപ്പം തന്നെ പിന്നെ ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം ഇവരും തൻ്റെ പാരൻസിനെ പോലെ തന്നെ ട്രീറ്റ് ചെയ്യും എന്നും ഒരു കാലത്ത് എന്നെ ഇട്ടിട്ട് പോകുമെന്നും അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിന് ഒരു കൺസിഡറേഷൻ തരാതെ ട്രീറ്റ് ചെയ്യുമെന്നുമുള്ള ചിന്ത, ആ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ, ആ ഒരു ചിന്ത ഉള്ളിൽ ഉറച്ച് പോയൊരവസ്ഥയിലാണ് അവരുണ്ടാവുക. അത് ഒരിക്കലും അവരുടെ തെറ്റായിട്ടോ ബുദ്ധിമുട്ടായിട്ടും പറയരുത്. ഈ ഒരു കോംപ്ലക്സ് PTSD എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് അവരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്, അത് വളരെ തീവ്രമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ കുറച്ചധികം പേഷ്യൻസോട് കൂടി, ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരാളുടെ ലവ്ഡ് വൺ ആണെങ്കിൽ, അങ്ങനെ ഒരാളുടെ കെയർ ഗീവർ ആണെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളാണ് ഈ കോംപ്ലക്സ് PTSD ഉള്ളതെങ്കിൽ കുറച്ച് നമ്മൾ ക്ഷമയോടുകൂടി അതിനെപ്പറ്റി ആലോചിക്കണം, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണം, കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ആ വ്യക്തി കടന്നു പോകുന്നത്, ആ വ്യക്തിയുടെ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഇതിൽ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അത് സ്വന്തം പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും അത് വലിയൊരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അതിനൊപ്പം തന്നെ ഇമ്പോസ്റ്റർ സിൻഡ്രം എന്ന് പറയുന്നൊരവസ്ഥയും PTSDയിലും കോംപ്ലക്സ് PTSDയിലും ഉള്ളവരിലും കാണാറുണ്ട്. ഇമ്പോസ്റ്റർ സിൻഡ്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെക്കാളും സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ, തൻ്റെ അതേ ഏജിലുള്ള അല്ലെങ്കിൽ തന്നെക്കാളും ഈ പറയുന്ന പോലെ നല്ല ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന, സക്സസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന എന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, വളരെയധികം എനിക്കതുപോലെ ആകാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ കഴിവില്ലാത്ത ഒരാളാണ്, ഞാൻ വർത്ത്ലെസ്സാണ്, കഴിവ് അവർ ചെയ്യുന്ന കണ്ടില്ലേ, അവർ ലൈഫ് മാനേജ് ചെയ്യുന്ന കണ്ടില്ലേ, അവർ ലൈഫിൽ മുമ്പോട്ട് പോകുന്ന കണ്ടില്ലേ, അതുപോലെ ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒന്നും എനിക്ക് അനുഭവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനോ പറ്റില്ല എന്നുള്ളത് തോന്നൽ. ഇമ്പോസ്റ്റർ എന്ന് പറയുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് അത്തരത്തിലൊരു ഫീലിംഗ് ഒരു സിൻഡ്രോം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറാൻ നമുക്ക് പറ്റില്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളിലതുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും നമ്മളിലത് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള വ്യക്തി, നമ്മൾ ആ പറയുന്ന സക്സസ്ഫുള്ളായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന ആ ഒരു സ്കില്ലുകൾ, എന്ത് സ്കില്ലാണോ കാരണമാണോ അയാൾ സക്സസ്ഫുള്ളായിരിക്കുന്നു, ആ സ്കില്ലുകളിലേക്ക് നമ്മൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു രീതിയിലേക്ക് നമ്മൾ വരണം. അതിനാണ് നമ്മൾ തെറാപ്പി എന്ന് പറയുന്നൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. കാരണം തെറാപ്പിയിലേക്ക് പോയി കഴിഞ്ഞാൽ, നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുകയും അതിനുശേഷം അവർ പറയുന്ന രീതിയിൽ ബിഹേവിയറൽ തെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും മുന്നോട്ട് വരാനും കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഈ പറയുന്ന ഇമോഷൻസൊക്കെ അനുഭവിക്കാനും ഇതിൽ നിന്നൊക്കെ പുറത്ത് വരാനും ഒക്കെ സാധിക്കും എന്നുള്ളത് 100% ഷുവറാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റഡീസ് അതിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പൂർണ്ണമായിട്ടും തെറാപ്പിയിലൂടെ ഹീൽ ചെയ്ത് പുറത്ത് വരാൻ പറ്റുമെന്നുള്ളത്. അതുവഴി പുറത്ത് വന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഇതിലേക്കുള്ള പ്രോസസ്സ്. അപ്പോൾ അതിലോട്ടാണ് ഞാനിപ്പോൾ ഇനി പറഞ്ഞു വരാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ നികത്താനാവാത്തൊരു വലിയ വിടവുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല എന്നൊരു തോന്നൽ കോംപ്ലക്സ് PTSD ഉള്ളവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ വളരെ എംപ്റ്റി ആയിരിക്കുന്ന അവസ്ഥ, വളരെയധികം ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന അവസ്ഥ, അത് വളരെ തീവ്രമായിട്ട് ആയിരിക്കും കോംപ്ലക്സ് PTSD ഉള്ളവർക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ ഇമോഷൻസ്, സ്നേഹം പോലുള്ള ഇമോഷൻസ് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയൊക്കെ മാറി വരണമെങ്കിൽ അത് ടൈം എടുക്കും. അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രോമയ്ക്ക് ശേഷമുള്ള
നമ്മളുടെ റിക്കവറി പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, കുറച്ച് സമയമെടുത്ത് തന്നെ അത് ആ ഒരു അവസ്ഥ മാറി വരേണ്ടതുണ്ട്. അപ്പോൾ ഒരു സമയമെടുക്കും എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റിലൂടെ വന്ന മുറിവുകളും അതിനൊപ്പം തന്നെ മറ്റ് ട്രോമകളിൽ നിന്ന് വന്ന ഈ മുറിവുകളൊക്കെ അതൊക്കെ ഹീലാവാനായിട്ട് സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. അതിനൊപ്പം തന്നെ ആ സമയമെടുക്കൽ കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് നമ്മൾ വീണ്ടും സെറ്റ് ബാക്ക്സ് ഉണ്ടായാലും അതിൽ നേരിടാനും പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സക്സസ്സിലേക്ക് പോകാനും നമ്മൾ പ്രിപ്പയർഡായി ഒരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം. ആ തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളത് ഷുവറാണ് നിങ്ങൾക്ക് ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് കൈവിടാതിരിക്കുക. ആ ഹോപ്പാണ് നമുക്ക് പിടിവള്ളിയായിട്ട് വരുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കുഴിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ താഴേക്ക് ഡിഗ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മുകളിലേക്ക് കയറാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം മുകളിലേക്ക് കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ റിക്കവറി പ്രോസസ്സ് വരുന്നത്. അപ്പോൾ റിക്കവറി പ്രോസസ്സിൽ തെറാപ്പിയും അതിനൊപ്പം തന്നെ ഈ പറയുന്ന കോപ്പിംഗ് മെക്കാനിസംസ് പഠിക്കുക എന്നുള്ളതും ആ ഒരു ഡിസോസിയേഷൻ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നീക്സ് ഞാനൊരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. അത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രോമ ഡീൽ ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ്, അതൊരു സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ടെത്തുക. ആ തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് വളരെ എഫക്റ്റീവായിട്ട് ഈ പറയുന്ന CPTSDക്കും PTSDക്കും ചെയ്യുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു തെറാപ്പി. അത് നിങ്ങളുടെ തെറാപ്പിസ്റ്റാണ് പറയേണ്ടത് ശരിക്കും എന്ത് തെറാപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും എന്താണ് നിങ്ങളിൽ വർക്കാവുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ലൈക്ക് ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ തെറാപ്പി എന്ന് പറയുന്നൊരു കാര്യം കഴിഞ്ഞതിന് ശേഷം സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക, അല്ലെങ്കിൽ അത് പരിഗണിക്കുക. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങളുടെ സെൽഫ് കെയറും റിലാക്സേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി നിങ്ങളുടെ സെൽഫ് കെയറിനും നിങ്ങളുടെ വെൽബീയിങ്ങിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ കോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഏറ്റവും നിങ്ങളുടെ ലൈഫിലെ മെജോറിറ്റി ഓഫ് ടൈം നിങ്ങൾ മാറ്റി വെക്കേണ്ടത്, ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ന് തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, പറയുന്ന നെഗറ്റീവ് ടോക്ക്, അതൊന്ന് കൈൻഡായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മളായിട്ട് തന്നെ കുറച്ച് കൈൻഡായിട്ട്. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നമ്മളുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് കാരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള തോട്ട്സൊക്കെ വന്നത്, ഈ ഒരു PTSD പോലൊരു അവസ്ഥ അല്ലെങ്കിൽ കോംപ്ലക്സ് PTSD പോലൊരു അവസ്ഥ കാരണമാണെന്ന്. അപ്പോൾ കുറച്ചുകൂടി കൈൻഡായിട്ട് നമ്മളോട് സംസാരിക്കുക. ഈ ഒരു സ്മോൾ സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ നാളെ സ്നേഹം അനുഭവിക്കാനുള്ള നിങ്ങളുടെ യാത്രയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാവും. പലപ്പോഴും നിങ്ങളുടെ കെയർ ഗീവറായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തി നിങ്ങളൊരു കെയർ ഗീവറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കെയർ ഗീവർ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു കെയർ ഗീവർ ഉണ്ട്, ഇപ്പോൾ അത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അങ്ങനെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണലി നിങ്ങളുടെ അടുത്തൊരു ആളുണ്ട്, ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പാർട്ണർ ഒരു കെയർ ഗീവറായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അവർക്ക് നിങ്ങളുടെ ഇമോഷൻസ് വളരെ അധികം, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് വളരെയധികം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു തെറാപ്പിസ്റ്റിൻ്റെയും കൂടെ കമ്മിറ്റ്മെൻറ്റ്, ഒരു തെറാപ്പിയിൽ കുറേ കൂടെ കമ്മിറ്റഡ് ആവേണ്ടത്. കാരണം തെറാപ്പിയിൽ എത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആവുമോ അത്രയും പെട്ടെന്ന് നമുക്ക് റിക്കവറി ഉണ്ടാവും. നിങ്ങളുടെ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, തെറാപ്പിസ്റ്റും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ഡീപ്പാവുമോ, എത്രത്തോളം നല്ലതാവും, അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാവും. പലരിലും വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പെട്ടെന്നുള്ള റിക്കവറീസ് ഇപ്പോൾ ഓൾറെഡി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഡയഗ്നോസിന് വിധേയമാവുക, ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അപ്പോൾ ഒരു ചെറിയ ആക്ഷനിലൂടെ നിങ്ങളുടെ ഒരു റിക്കവറി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.